ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കേരള PSC എക്സാമുകൾക്ക് റിസർവേഷൻ്റെ ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റുകളാണ് ഈ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റും EWS സർട്ടിഫിക്കറ്റും. ഈ 3 സർട്ടിഫിക്കറ്റുകളുടെ കാലാവധികളെ കുറിച്ചുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ഐ ആം അലീഷ ആൻഡ് വെൽക്കം ടു aliSays ബൈ അലീഷ. അപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മളിത് പരിശോധിക്കുന്നത്. ഈ അടുത്ത് ഷോർട്ട് ലിസ്റ്റ് വന്ന എക്സാം ആണ് കേരള PSCയുടെ കമ്പനി ബോർഡ് എക്സാംസ്. കമ്പനി ബോർഡ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ഡേറ്റ്, ഇതിന് ഒഫീഷ്യലായിട്ട് പറയുന്ന പേരാണ് ഗസറ്റ് ഡേറ്റ്. ഗസറ്റ് ഡേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോട്ടിഫിക്കേഷൻ ഡേറ്റ് തന്നെയാണ്. ഗസറ്റ് ഡേറ്റ് ആണ് 28/2/2022. ഇനി ഒരു ഡേറ്റും കൂടെ കാണാം, ലാസ്റ്റ് ഡേറ്റ്, അതായത് അപ്ലൈ ചെയ്യുന്നതിനുള്ള അവസാന ദിവസമാണ് ലാസ്റ്റ് ഡേറ്റ്. ലാസ്റ്റ് ഡേറ്റ് നൽകിയിരിക്കുന്നത് 30/3/2022. സോ ഇനി നമ്മൾ ഓരോ സർട്ടിഫിക്കറ്റിൻ്റെയും കാലാവധിയാണ് പരിശോധിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി പരിശോധിക്കാം. ഈഴവ, മുസ്ലിം, ലാറ്റിൻ തുടങ്ങിയ വിഭാഗക്കാർക്ക് അർഹിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഇതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നോക്കിയ ഗസറ്റ് ഡേറ്റ് അഥവാ നോട്ടിഫിക്കേഷൻ ഡേറ്റിൻ്റെ ഒരു വർഷം പുറകിലോട്ട്, അതായത് ഈ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഗസറ്റ് ഡേറ്റ് നൽകിയിരിക്കുന്നത് 28/2/2022 ആണ്. ഇതിന് ഒരു വർഷം പുറകിലെന്ന് പറയുമ്പോൾ 28/2/2021. ഈ ദിവസം മുതൽ എന്നാണ് പ്രസ്തുത എക്സാമിൻ്റെ വെരിഫിക്കേഷൻ നിങ്ങളെ വിളിക്കുമല്ലോ, വെരിഫിക്കേഷൻ ഡേറ്റ്, ആ ഡേറ്റ് വരെ ഈ ഒരു സർട്ടിഫിക്കറ്റിന് വാലിഡിറ്റി ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ പലരുടെ കയ്യിലും ഈ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ എക്സാമിനും സെപ്പറേറ്റ് സർട്ടിഫിക്കറ്റ് വേണമെന്നൊക്കെയാണ് ചിലരുടെയൊക്കെ തെറ്റിദ്ധാരണ. അപ്പോൾ എക്സാമിനെ ബേസ് ചെയ്തിട്ടല്ല ഇതിൻ്റെ വാലിഡിറ്റി എങ്ങനെയാണ് നോക്കുന്നതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്. SC/ST വിഭാഗക്കാർക്ക് പെട്ടവർക്ക് കമ്മ്യൂണിറ്റി തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റാണ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്. സോ ഇതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എടുത്ത സെയിം എക്സാമ്പിൾ വെച്ച് തന്നെ പറയുകയാണെങ്കിൽ ഗസറ്റ് ഡേറ്റ് 28/2/2022. ഈ ഡേറ്റിന് 3 വർഷം പുറകിലോട്ട്, അതായത് 28/2/2019 മുതൽ പ്രസ്തുത എക്സാമിന് വേണ്ടിയിട്ടുള്ള വെരിഫിക്കേഷൻ ഡേറ്റ് വരെ ഈ ഒരു സർട്ടിഫിക്കറ്റിന് വാലിഡിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ വാലിഡിറ്റി മറ്റേതിനേക്കാൾ കുറച്ചും കൂടെ കൂടുതലാണ്. അടുത്തതായി EWS സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി നോക്കാം. അപ്പോൾ EWSനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്ലാസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്, കണ്ടു നോക്കാവുന്നതാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതിൻ്റെ വാലിഡിറ്റിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ചെറിയ ഒരു വ്യത്യാസം വരുന്നത്, മറ്റു 2 കേസുകളിലും ഗസറ്റ് ഡേറ്റിനെ ബേസ് ചെയ്തിട്ടാണ് വാലിഡിറ്റി പരിശോധിക്കുന്നത്. ഇവിടെ വരുമ്പോൾ ലാസ്റ്റ് ഡേറ്റ്, അതായത് അപ്ലൈ ചെയ്യുന്നതിനുള്ള ലാസ്റ്റ് ഡേറ്റ്. ഈ എക്സാമ്പിൾ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നൽകിയിരിക്കുന്നതിൽ 30/3/2022 ആണ് ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് നൽകിയിരിക്കുന്നത്. ഇതിന് ഒരു വർഷം മുന്നേ, അതായത് 30/3/2021 മുതൽ പ്രസ്തുത എക്സാമിൻ്റെ വെരിഫിക്കേഷൻ വരെ ഈ ഒരു സർട്ടിഫിക്കറ്റിന് വാലിഡിറ്റി ഉണ്ടായിരിക്കും. സോ ഇത്രയുമാണ് സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റിനെ കുറിച്ചിട്ടുള്ള എക്സ്പ്ലനേഷൻ. ഇത് എക്സാമ്പിൾ വെച്ച് പറഞ്ഞു തന്നപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ആയിട്ട് ചോദിക്കാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ.